ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക്. അതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ജീരക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാൻ മതി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇത് പറ്റുമെങ്കിൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ഫ്രൈങ് പാനിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആകുന്ന സമയം നമുക്ക് കുറച്ച് വെജീസ് കൂടി കട്ടാക്കി എടുക്കാനുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് ഇളകി കൊടുക്കണേ. ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഇളക്കി കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെജീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു സവോള, ഇത്രയും സാധനങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മുടെ ചിക്കനിലെല്ലാം ചിലപ്പോൾ ഉപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇതിന്ന് തക്കാളിയിൽ നിന്നൊക്കെയുള്ള ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മസാല കറക്റ്റായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് മൈദ, അതും 250 ml കപ്പിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അടിച്ചെടുക്കേണ്ടത്. കാരണം കൂടുതൽ കട്ടിയാകാനോ അതുപോലെ തന്നെ കൂടുതൽ ലൂസാവാനോ പാടില്ല. ഈ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വട്ടത്തിലുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിൽ കുറച്ച് ഓയിൽ ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിന് അടിയിലൊരു പഴയ പാനോ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെയും മുട്ടയുടെ ഒക്കെ മിക്സില്ലേ, അത് ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് ബാലൻസ് വെക്കണം. കാരണം ലാസ്റ്റ് ഇടാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ബാലൻസ് വെച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് ബാലൻസ് വെക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് മസാല ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്കിതൊന്ന് കുറച്ച് സെറ്റായി കിട്ടാനായിട്ട് ഒരു 5-6 മിനിറ്റോളം നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 3 മുട്ട പുഴുങ്ങിയെടുത്തത് ഇതുപോലെ അങ്ങ് മുറിച്ചെടുത്തതിന് ശേഷം പകുതിയായി മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക.
ഇത് പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടും, വലിയ പണിയൊന്നുമല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ പീസ് മുട്ടകൾ ഇതുപോലെ അങ്ങ് ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട്. മുട്ട ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി 2-3 ടേബിൾ സ്പൂണ് ബാലൻസ് വെക്കണം എന്ന് പറഞ്ഞ മസാലയില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ചുറ്റും സൈഡും നടുക്കൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഫൈനലായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഓരോ പീസ് മുട്ടയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 6 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. പാനിൽ ഹോൾസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, ഇത് കുക്കായോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതാ ഇങ്ങനെ കുത്തി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഫോർക്കിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വേറൊരു ടേസ്റ്റിൽ വരുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.